മെറ്റയ്ക്കെതിരെ ശക്തമായ നടപടിയുമായി യുഎസ് കോടതി. സിവിൽ കോടതി വ്യവഹാരങ്ങളിലെ ആകെ പിഴത്തുകയായി $95 കോടിയോളം കെട്ടിവയ്ക്കാനാണ് ന്യൂ മെക്സിക്കോയിലെ കോടതി ഉത്തരവിട്ടത്. ചെറുപ്പക്കാർ മെറ്റ ആപ്പുകളിൽ സമയം ചെലവഴിക്കുന്നത് നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി ഉത്തരവിൽ ഉണ്ട്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, അതായത് ഈ മെറ്റയ്ക്ക് ഇത്തരത്തിൽ യുഎസ് കോടതി ഒരു നീക്കം നടത്താൻ അല്ലെങ്കിൽ മെറ്റയ്ക്കെതിരെ ഒരു ശക്തമായ നടപടിയിലേക്ക് പോകാൻ കാരണം എന്താണ്? ഒപ്പം തന്നെ യുവതലമുറയെ കൂടുതൽ മെറ്റയിൽ നിന്ന് അകറ്റുക, ആ ഒരു ഉദ്ദേശം കൂടിയില്ലേ? തീർച്ചയായും രാഖി, അതീവ സങ്കീർണമായ സൈബർ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു സൈബർ നിയമത്തിൻ്റെ ഒരു മാതൃകയായി തന്നെ മാറാവുന്ന സുപ്രധാനമായ ഒരു വിധിയാണ് അല്ലെങ്കിൽ ആ ഉത്തരവാണ്, റൂളിംഗ് ആണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് ന്യൂ മെക്സിക്കോയിലെ ഒരു കോടതിയാണ് ഇത്തരം ഒരു റൂളിംഗ് നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് $942 മില്യൺ, അതായത് നേരത്തെ സൂചിപ്പിച്ച $95 കോടിയോളം കെട്ടിവെക്കണമെന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പ്രധാനമായും അതിന് അടിസ്ഥാനപരമായ ഘടകം എന്ന് പറയുന്നത് രണ്ട് വിഭാഗങ്ങളായാണ്. അത് നേരത്തെ വിധിച്ചതും അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ളതുമായി ചേർത്ത് ഇപ്പോൾ 567 നേരത്തെ $375 മില്യൺ ഇത്തരത്തിൽ കെട്ടിവെക്കാനുള്ള നിർദ്ദേശം നൽകിയത്. ഈ രണ്ടും ചേർത്താണ് ഇത്രയും വലിയൊരു തുകയായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മെറ്റയുടെ കീഴിലുള്ള ആപ്പുകളും, അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ് എല്ലാം തന്നെ വലിയ തോതിൽ യുവാക്കളിൽ, അതായത് ചെറുപ്പക്കാരിൽ അഡിക്ഷൻ ഉണ്ടാക്കുന്നത് അതിൽ നിന്നും അവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷൻ ഒന്ന് പറയാവുന്ന രീതിയിലുള്ള നടപടികൾക്ക് വേണ്ടിയുള്ള ചെലവ് മെറ്റ വഹിക്കണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ നഷ്ടപരിഹാരം സംബന്ധിച്ച വിഷയങ്ങളിലും മെറ്റയ്ക്ക് ബാധ്യതയുണ്ട്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സേഫ് ഹാർബർ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രൊട്ടക്ഷൻ മെറ്റയ്ക്ക് നൽകേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ മെറ്റയുടെ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച്, അതായത് ഏതെങ്കിലും ഇതുപോലൊരു സമൂഹ മാധ്യമ ഹാൻഡിലുകൾ ഉപയോഗിച്ച് ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ ആ കുറ്റകൃത്യത്തിൻ്റെ ബാധ്യത, നേരിട്ടുള്ള ബാധ്യത ഈ മെറ്റയുടെ ആപ്പുകൾക്ക് അല്ലെങ്കിൽ ഈ സമൂഹ മാധ്യമ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോമുകൾക്ക് കൂടി ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം സമൂഹ മാധ്യമങ്ങളുടെ സാധ്യതകൾ ഉപയോഗിച്ച് നടത്തുകയാണെങ്കിൽ ആ കുറ്റകൃത്യം ചെയ്തവരെ അല്ലെങ്കിൽ ആ വ്യക്തിയെ മാത്രമാണ് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. പക്ഷേ അത്തരത്തിലുള്ള കുറ്റകൃത്യത്തിന് പ്രേരണയാകുന്നൊരു നീക്കമാണ് മെറ്റയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് നിരീക്ഷിച്ചാണ് കോടതി ഇത്തരം ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. കുട്ടികളുടെ മാനസികാരോഗ്യം തകർക്കുന്ന അത്തരത്തിലുള്ള നടപടികൾക്ക് ബോധപൂർവമായ ഒരു നീക്കം ഈ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വരുന്നു എന്നുള്ള ഒരു സുപ്രധാനമായ ഉത്തരവ് കൂടി ഉണ്ടല്ലോ കോടതിയുടെ ഭാഗത്തു നിന്ന്. അതായത് മെറ്റയെ പൂർണ്ണമായും പ്രതിക്കൂട്ടിലാക്കുകയാണല്ലോ. തീർച്ചയായും രാഖി, അത് തന്നെയാണ് ഏറ്റവും നിർണായകമായൊരു ഘടകം. അതായത് നമുക്കറിയാവുന്നതാണ് ഈ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, അതിൽ ഫേസ്ബുക്കിൻ്റെ നീല നിറം തന്നെ കൊടുത്തിരിക്കുന്നത് തുടർച്ചയായ കാഴ്ച താല്പര്യമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അതും നീലയ്ക്കും പച്ചയ്ക്കും അത്തരത്തിലുള്ള ചില പ്രത്യേകതകളുണ്ട് എന്നെല്ലാം തന്നെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിൽ ചില നിഗമനങ്ങളും ശാസ്ത്രീയ അടിത്തറയുള്ള നിരീക്ഷണങ്ങളും അക്കാര്യത്തിലുണ്ട്. അത്തരത്തിൽ ആ നീല നിറം പോലുള്ള സംവിധാനങ്ങൾ, അത്രയും ചെറിയ സൂക്ഷ്മമായ ഘടകങ്ങൾ ഉൾപ്പെടുത്തി വലിയ തോതിൽ ചെറുപ്പക്കാരെ അഡിക്റ്റ് ആക്കുന്ന അല്ലെങ്കിൽ അതിൽ തുടരെ വലിയ തോതിൽ സമയം ചെലവഴിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകവും, അത്തരത്തിൽ പ്രേരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ചെറുപ്പക്കാരെ ഇത്തരത്തിലുള്ള ഒരു അലസതയിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള നടപടികളിൽ മനഃപൂർവ്വം വീഴ്ച വരുത്തുക, അത് കൂടുതൽ സമയം ഇതിൽ ചെലവഴിക്കുന്നതിന് വേണ്ടിയുള്ള ചെറുപ്പക്കാരെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ നീക്കങ്ങൾ നടത്തുകയും മെറ്റ ചെയ്തു എന്നാണ് പറയുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ് സമൂഹ മാധ്യമങ്ങളിലെ ഇത്തരത്തിലുള്ള അഡിക്ഷൻ സംബന്ധിച്ച് മനഃശാസ്ത്രജ്ഞരും അധ്യാപകരും അതുപോലെ തന്നെ മറ്റു വിദഗ്ധരെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം തന്നെയാണ് കോടതി കൃത്യമായി പരിഗണിച്ചിരിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന ബാധ്യതകൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ തുക കെട്ടിവെക്കണമെന്നൊരാവശ്യം, അതായത് ഇത്രയും വലിയൊരു തുക കെട്ടിവെക്കണമെന്നൊരു നിർദ്ദേശം, ഒരു റൂളിംഗ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് മെറ്റയ്ക്കെതിരെ കർശനമായ നടപടികളുമായി, അത് ചൈൽഡ് അബ്യൂസുമായി ബന്ധപ്പെട്ടും അതുപോലെ ബന്ധപ്പെട്ട ഈ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു നീക്കം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കടുത്ത നടപടികൾ ഇക്കാര്യത്തിൽ പല കോടതികളിൽ നിന്നും ഭാരതത്തിൽ നിന്ന് പോലും ഉണ്ടാകുന്ന ഒരു നീക്കങ്ങളുണ്ട്. നമുക്കറിയാവുന്നതാണ് പ്രധാനമന്ത്രിയുടെ വീഡിയോ ഡിലീറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധം ഭാരതം അറിയിക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരത്തിൽ വലിയ വിഷയങ്ങൾ, അതായത് വ്യക്തി സ്വാതന്ത്ര്യത്തെയും കുട്ടികളുടെ അവകാശങ്ങളെയും ലംഘിക്കുന്ന നീക്കങ്ങൾ സ്വാഭാവികമായും ഈ സമൂഹ മാധ്യമ പോർട്ടലുകളിൽ അല്ലെങ്കിൽ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ടാകുന്ന നിരീക്ഷണമാണ്. കടുത്ത നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് യുഎസ് കോടതി. കുട്ടികളുടെ മാനസികാരോഗ്യം തകർക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ബോധപൂർവം ഉണ്ടാകുന്നു എന്ന ഗുരുതരമായ ഉത്തരവ് അല്ലെങ്കിൽ ഗുരുതരമായ ഒരു പരാമർശം കൂടി കോടതിയുടെ ഉത്തരവിലുണ്ട്. ഐസൻ ജോസാണ് വാർത്തയിലെ വിശദാംശങ്ങൾ നൽകിയത്.